ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഗോൾഡ് കളറിൽ നല്ല ചില്ല് പോലെ ഇരിക്കുന്നതാണ്. കയ്യിൽ നിന്ന് തറയിൽ വീണാലും പൊട്ടിപ്പോവും. ആ ഒരു തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ചില്ല് ചപ്പാത്തി എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ചില്ല് ചപ്പാത്തിയാണ് ഈ റെസിപ്പി. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാലേ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി അരമുറി തേങ്ങയുടെ പാല് ഒരു 250 ml കപ്പിന്റെ അളവിൽ ഒരു കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ചില്ല് ചപ്പാത്തിൻ്റെ റെസിപ്പി ഒരു തവണ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഷോർട്സ് വീഡിയോസ് ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഞാൻ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷോർട്സ് 9.5 ലക്ഷം ആളുകൾ കണ്ടു. അന്നത്തെ ചില്ല് ചപ്പാത്തി വെറും സിമ്പിൾ ആയിട്ടുള്ളൊരു ചില്ല് ചപ്പാത്തി ആയിരുന്നു. സിമ്പിൾ ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടി വെറൈറ്റി ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. ഈ വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതിലെ മുട്ടയും പാലും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പ് അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് കുഴച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോലോ പ്രസ്സോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നല്ല പോലെ ഇളക്കിയെടുക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ കാണാൻ നല്ല ഭംഗിയായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ. ഇതിൽ വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാലേ മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ. ഇളക്കി റെഡിയാക്കി എടുത്ത മാവിൻ്റെ പരുവം ഇതാണ്. ഇതുപോലെ കട്ടിയായിട്ടായിരിക്കണം മാവിരിക്കുന്നത്. സ്പൂണിൽ നിന്ന് വീഴുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം മാവിരിക്കേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഇനി ഒരു 5 മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി കൈ വെച്ച് ഈ മാവ് നല്ല പോലെ എല്ലാ ഭാഗവും ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മാവ് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് എങ്ങനെ ഇരിക്കണമെന്നുള്ളതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതുപോലെ മാവ് എടുക്കുമ്പോൾ മുറിഞ്ഞു വരാത്ത രീതിയിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിക്കൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ചട്ടിയിലോട്ട് ചൂട് വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് നല്ല പോലെ കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ കയ്യിൽ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോനെ മാവ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തോനെ മാവ് എടുത്തുകൊണ്ട് മാവ് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ചൂടായിട്ട് കയ്യിൽ തട്ടുകയില്ല. അഥവാ ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് ഈ ചപ്പാത്തി കല്ലൊന്ന് പൊക്കി കൊടുക്കുക. പൊക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഹീറ്റ് കുറയുമ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. പരത്തിയെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇതുപോലെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ പുരട്ടി കൊടുത്ത ശേഷം ഇതുപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നൈസായിട്ട് പരത്തിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഈ ഒരു പരുവത്തിലായി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും നൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള എണ്ണ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ വെന്ത് മൊരിഞ്ഞു വരട്ടെ.
വരട്ടെ. ഇപ്പോൾ ഇത് 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചില്ലി ചപ്പാത്തി. ഇത്രയും നൈസായിട്ട് നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നതിനാണ് ചില്ലി ചപ്പാത്തി എന്ന് പറയുന്നത്. ഇത് ചില്ല് പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തറയെ വീണ് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഒരെണ്ണം ചുട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോസ് ഇട്ടിരുന്നപ്പം എല്ലാവരും ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്, ചട്ടി ചൂടായിട്ട് ഇരിക്കുമല്ലേ എന്നുള്ളത്. ഒരെണ്ണം ചുട്ടെടുത്ത ശേഷം കോട്ടൺ തുണി വെച്ചിട്ട് ഇതിന്റെ എണ്ണ മുഴുവനായിട്ടും തുടച്ചെടുക്കണം. എന്നതിന് ശേഷം മാത്രമേ അടുത്ത ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കാവൂ. ഇല്ലെങ്കിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മാവ് മൊത്തമായിട്ട് എണ്ണയിൽ കിടന്ന് ഉരുളും. ഒരെണ്ണം ചുട്ടെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിൽ കോട്ടൺ തുണി വെച്ച് എണ്ണ തുടച്ച് മാറ്റിയത്. ഈ ഒരു സമയത്ത് നമുക്ക് ഹീറ്റ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ തന്നെ വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓൺ ആക്കരുത്. നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ഇളം ചൂട് ഈ ചട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത് ഫ്ലെയിം ഓൺ ആക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് നല്ലപോലെ പരത്തിയെടുക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു മാവും നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇതിന്റെ ഒരു ഭാഗം വെന്ത് വരുന്നവരേക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇനി വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഞാൻ ഇത്രയും ഇത് വിശദീകരിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ടൈം എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവും ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ ചില്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ചില്ലി ചപ്പാത്തി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് കയ്യിൽ നിന്നൊന്ന് തറയിൽ വീണാലും അതുപോലെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുത്താലും നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമുക്ക് ഗ്രീൻ പീസിൻ്റെയോ കടലയുടെയോ അല്ലെങ്കിൽ ഇറച്ചിയുടെയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും മാച്ചാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.